സക്കാരിയ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെയോ തെരഞ്ഞെടുപ്പിന് മുമ്പ് രൂപീകരിച്ച സഖ്യത്തെയോ സർക്കാർ ഉണ്ടാക്കാൻ ഗവർണർ ആദ്യം ക്ഷണിക്കുന്നത്. എന്നാൽ മണിപ്പൂരിലും ഗോവയിലും മേഘാലയയിലും കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും തെരഞ്ഞെടുപ്പിന് ശേഷം BJP തട്ടിക്കൂട്ടിയ സഖ്യത്തെയാണ് സംസ്ഥാനത്തെ ഗവർണർമാർ ക്ഷണിച്ചത്. കോൺഗ്രസിന്റെ സർക്കാരുണ്ടാക്കാൻ ആദ്യ അവസരം നൽകാതെയാണ് ഇത് ചെയ്തതും. കർണാടകത്തിൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നതും ഇതാണ്. ഗവർണറുടെ തീരുമാനത്തെ അന്ന് ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി പിന്തുണച്ച് ട്വീറ്റ് ചെയ്തിരുന്നു. കർണാടകത്തിൽ ജനതാദൾ എസിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുമ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം ആ സഖ്യത്തിന് ലഭിക്കുന്നുമുണ്ട്. എളുപ്പത്തിൽ ഗവർണർക്ക് അത് തള്ളിക്കളയാൻ പറ്റില്ല. ഭൂരിപക്ഷം ലഭിക്കാനിടയുള്ള ആളെ മുഖ്യമന്ത്രിയാക്കാൻ ഗവർണർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഭരണഘടനാ വിദഗ്ധൻ സുഭാഷ് കാശ്യപ് വ്യക്തമാക്കി. जहाँ तक संविधान का सवाल है, ये नितांत राज्यपाल का क्षेत्राधिकार है. वो अपने विवेक में जिसे भी उचित समझें उसे सरकार बनाने के लिए न्योता दे सकते हैं और उनके विवेक को चैलेंज नहीं किया जा सकता अदालत में भी. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യമെന്ന് ചൂണ്ടിക്കാട്ടി ജനതാദൾ എസിന്റെ അവകാശവാദത്തെ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിച്ച് തള്ളിക്കളയാം. എന്നാൽ രേഖാമൂലമുള്ള പിന്തുണ കത്തുകൾ ഗവർണർക്ക് ലഭിച്ചാൽ അത് പരിഗണിക്കാൻ അദ്ദേഹം നിർബന്ധിതനാകും. ഗവർണർ വാജുഭായ് വാല എടുക്കുന്ന ഏത് തീരുമാനവും വരും ദിവസങ്ങളിൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.